പ്രിയമുള്ള സുഹൃത്തുക്കളെ, ജനങ്ങൾക്ക് ബോധം വെച്ചു തുടങ്ങി. അവര് ചിന്തിക്കുകയും സത്യം എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് ലോകത്തോട് ആ യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ സധൈര്യം മുന്നോട്ട് വരികയാണ്. ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന യാഥാർത്ഥ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ആളുകളെ ഒക്കെ മറന്ന് മനുഷ്യൻ ഈ മതേതര രാജ്യത്ത് മതത്തിന് വേണ്ടി കലഹിച്ചു തുടങ്ങി. എന്റെ മതമാണ് വലുത് എന്നൊരു വിഭാഗവും, മറുവിഭാഗം നിന്റേതല്ല എന്റെ മതമാണ് വലുതെന്ന് മറുവിഭാഗവും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം, അടി, കലാപം, കലഹം, പ്രതിഷേധം, അങ്ങനെയൊക്കെയായി. അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യന് ചില വേർതിരിവുകൾ ഈ രാജ്യത്ത് ലഭിച്ചു. ഇപ്പോ ഏത് ഔദ്യോഗിക തലങ്ങളിൽ ഇരിക്കുന്ന ആളായിരുന്നാലും ശരി, ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറായി തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാനും, അത് മതമാണോ രാഷ്ട്രീയമാണോ മത നേതാവാണോ അണികൾ അനുയായികൾ ഒരുപാടുള്ളവരാണോ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ പറ്റിയ നേതാവാണോ, ഇതൊന്നും ചിലരെ ബാധിച്ചിടത്തോളം പ്രശ്നമില്ല, ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അവർ ഈ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ സധൈര്യം തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോ യൂണിഫോം സിവിൽ കോഡ് രാജ്യത്ത് തീർച്ചയായും നടപ്പാക്കുമെന്ന് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് പറഞ്ഞതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് ഏകീകൃത സിവിൽ കോഡിന്റെ ഭരണഘടനാപരമായ ആവശ്യകത എന്ന വിഷയത്തിൽ ഒരു സംവാദം സംഘടിപ്പിച്ചു. ആ സംവാദത്തിൽ ചില ഡേറ്റാസ് സബ്മിറ്റ് ചെയ്തിട്ടായിരുന്നു ജഡ്ജി ഈ വിഷയം അവതരിപ്പിച്ചത്. ഭൂരിപക്ഷത്തിന്റെ ക്ഷേമത്തിനും സന്തോഷത്തിനും എന്ത് പ്രയോജനം ലഭിക്കുന്നോ അത് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. UCC, VHP അല്ലെങ്കിൽ RSS അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആവശ്യപ്പെടുന്ന ഒന്നല്ല. രാജ്യത്തെ പരമോന്നത കോടതിയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ രാജ്യം തീർച്ചയായും ഒരൊറ്റ നിയമം കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഇനി വരുന്ന ഒരു സർക്കാരുകൾ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടി ശ്രമിക്കണം. മതേതര രാജ്യത്ത് മതത്തിന്റെ കുടക്കീഴിൽ വരുന്ന എല്ലാവർക്കും തുല്യ പരിഗണനയായിരിക്കണം. അവരുടെ മതം നോക്കി അവർക്ക് യഥേഷ്ടം കെട്ടാനും യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ഒഴിവാക്കാനും, സമ്പത്ത് യഥേഷ്ടം പെണ്ണിന് കൊടുക്കാതെ ആൺകുട്ടികൾ വിനിയോഗിക്കാനും ഒക്കെയുള്ള ഇത്തരം തലതിരിഞ്ഞ നിയമങ്ങൾ അവസാനിപ്പിച്ച് ഈ ജനാധിപത്യത്തിന് കീഴിൽ ക്രിമിനൽ നിയമങ്ങളെല്ലാം എല്ലാ മതവിഭാഗത്തിനും ഒരുപോലെയാണ് എന്നതുപോലെ തന്നെ സിവിൽ നിയമങ്ങൾ എന്നറിയപ്പെടുന്ന കുടുംബ നിയമങ്ങളും എല്ലാ മതവിഭാഗത്തിനും ഒരേപോലെ തന്നെ വരുന്ന രൂപത്തിലാക്കണം. അതാണ് യൂണിഫോം സിവിൽ കോഡ്. ഇസ്ലാമിക വിശ്വാസത്തെയോ ആരാധനയെയോ കർമ്മത്തെയോ അനുഷ്ഠാനത്തെയോ ഒന്നും ഒരു രൂപത്തിലും ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല പൊതു സിവിൽ കോഡ്. എന്നാലും ഇഷ്ടംപോലെ കിട്ടാനും ഒഴിവാക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾ ഇത് മതനിയമമാണ്, ഈ മതനിയമത്തിന് ഒരു പോറലേൽപ്പിക്കാൻ പോലും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് പ്രതിഷേധങ്ങൾ ഉയർത്തുമ്പോൾ ജനങ്ങളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയാണ് ജഡ്ജ്. ഹിന്ദു മതത്തിനുള്ളിൽ തൊട്ടുകൂടായ്മയും സതി, ജൗഹർ തുടങ്ങിയ ആചാരങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ എന്തായിരുന്നു ഞങ്ങളുടെ മനുസ്മൃതിയിൽ, അതല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ സ്മൃതിയും ശ്രുതിയും ഗീതയും പുരാണങ്ങളും ഒന്നും നോക്കി ഞങ്ങൾ ആരും പോകുന്നില്ല. അത് തന്നെയാണ് ഹിന്ദുക്കളും പറയുന്നത്, ജഡ്ജും അത് തന്നെയാണ് പറഞ്ഞത്. അവര് അത്തരം ആചാരങ്ങളൊക്കെ നിർത്തലാക്കി. ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിലെ കുത്തിലും കോമയിലും ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു ഹിന്ദു സമൂഹം. മുസ്ലിം സമുദായം ഇപ്പോഴും ഒന്നിലധികം ഭാര്യമാരും, അതൊക്കെ ഒരു ആചാരമായി, ഒരു അവകാശമായി, ഒരു പ്രിവിലേജ് ആയിട്ടാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. ഹിന്ദു സമൂഹം നിരവധി മോശം ആചാരങ്ങളിൽ നിന്നും മുക്തി നേടിയിട്ടും ഒന്നിലധികം ഭാര്യമാരിൽ നിന്നും ഇസ്ലാമിക സമൂഹം മുക്തി നേടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മതത്തിന്റെ തെറ്റുകൾ അംഗീകരിക്കുന്നതിലും കാലത്തിനനുസൃതമായി തിരുത്തുന്നതിലും
തെറ്റില്ല എന്ന് അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. ഹിന്ദു ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും ദേവതയായി കണക്കാക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് അനാദരിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് 4 ഭാര്യമാരുണ്ട് എന്ന് ഒരു ഹിന്ദുവും പറയാറില്ല. പക്ഷേ നിങ്ങൾ 4 ഭാര്യമാരെ വെച്ച് ഞങ്ങൾക്ക് മതപരമായി കിട്ടുന്ന ആനുകൂല്യമാണെന്നും ആ ആനുകൂല്യത്തിൽ ഒരറ്റത്ത് പോലും തൊടാനോ മായ്ക്കാനോ നിങ്ങൾക്ക് അവകാശമില്ലെന്നും പറഞ്ഞ് 4 കെട്ടാനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പൊതുനിരത്തിൽ ധർണയ്ക്കെത്തുന്നു. അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, നിങ്ങൾക്ക് 4 ഭാര്യമാരാകാം. നിക്കാഹ് ഹലാല ചെയ്യാനോ മുത്തലാഖ് ചെയ്യാനോ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്നൊന്നും യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ഹിന്ദു വിശ്വാസികളാണ്. നമ്മുടെ കുട്ടികളെ ജനനം മുതൽ സഹിഷ്ണുതയും ദയയും ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മൃഗങ്ങളെയും പ്രകൃതിയെയും സ്നേഹിക്കാനാണ് ഞങ്ങൾ അവരെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മൃഗങ്ങളെ അവരുടെ മുന്നിൽ വെച്ചറുക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ സഹിഷ്ണുതയും ദയയും എങ്ങനെ പഠിക്കും? സഹജീവിയെ സ്നേഹിക്കാനും ആദരിക്കാനും എങ്ങനെ പഠിക്കും? ഒരു ഹിന്ദു എന്ന നിലയിൽ തൻ്റെ മതത്തെ താൻ ബഹുമാനിക്കുന്നു എന്നും യാദവ് പറഞ്ഞു. നിങ്ങൾ ഗംഗയിൽ സ്നാനം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ നിങ്ങൾ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും അതുപോലെ മഹത്തായ നേതാക്കളെയും ഭരണഘടനയെയും ഈ രാജ്യത്തെയും അനാദരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുക്കൾ അവരുടെ മതനിയമങ്ങൾ പിന്തുടർന്നാലും ഇല്ലെങ്കിലും, അമ്പലത്തിൽ പോയാലും ഇല്ലെങ്കിലും, പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും, കുറി തൊട്ടാലും തൊട്ടില്ലെങ്കിലും അവർ ഹിന്ദുക്കൾ തന്നെയാണ്. ഒരിക്കലും അവരെ ആ മതത്തിൽ നിന്നും പുറത്താക്കാൻ ഏതെങ്കിലും അമ്പല കമ്മിറ്റിക്കാർ ഇവരുടെ വീട് തെണ്ടി വരാറില്ല. ഇവരുടെ വീടുകൾ കയറി ഇറങ്ങി നിരങ്ങാറുമില്ല. നിങ്ങളെന്താ അമ്പലത്തിൽ വരാത്തത്, നിങ്ങളെന്താ കുറി തൊടാത്തത് എന്നൊന്നും ചോദിച്ചവരാരും വരാറില്ല. പക്ഷേ ഒരു നേരം പള്ളിയിൽ കണ്ടില്ലെങ്കിൽ ഉടനെ പള്ളി പോലീസ് വരും. നമ്മുടെ മുഹമ്മദ് ബിൻ സൽമാൻ വരെ അത്തരം ഭരണ പരിഷ്കാരങ്ങൾ സൗദിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമസ്കരിക്കാത്തതിന്റെ പേരിൽ വീടുകൾ തേടിയൊന്നും നിങ്ങൾ പോകണ്ട. അവര് പടച്ചോനും അടപ്പുകളും തമ്മിലുള്ള കരാറാ, അവർ വേണമെങ്കിൽ നിസ്കരിച്ചോളൂ, നിങ്ങൾ തേടിപ്പോയി അവരെ ശിക്ഷിക്കാനൊന്നും നിങ്ങൾ പോകണ്ടെന്നാണ് മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത്. ആ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി. മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ ഒരു വൈവ നടക്കുകയാണ് മദ്രസ കുട്ടികൾക്ക്, 5 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾക്ക്. അപ്പോൾ നീ എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചു. വലിയ പെരുന്നാളിൻ്റെ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഞങ്ങൾ ബലി ആണ് പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുയലുകളെ കൊണ്ടുവന്നിട്ട് ആടിനെയും ഒക്കെ മുതിർന്നവർ ചെയ്യുന്ന അതേപോലെ തന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ജഡ്ജ് ഇടുന്ന മാർക്കിടുകയാണ്. എം അക്ബറിന്റെ പീസ് സ്കൂളിൽ പഠിപ്പിച്ചത് എന്താ? തൊട്ടടുത്തിരിക്കുന്നവനെ എങ്ങനെ മതം മാറ്റാമെന്നാണ് പഠിപ്പിച്ചത്. നമ്മളതൊന്നും മറന്നിട്ടില്ലല്ലോ. തൻ്റെ സഹപാഠിയെ മതം മാറ്റാൻ ഒരു 5-6 റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നിടത്തിൽ ഏതാദ്യം ചെയ്യിക്കണോ എന്നുള്ളതാണ്. കുറി മായ്ക്കണോ, പേര് മായ്ക്കണോ, ഹലാൽ ഫുഡ് കഴിപ്പിക്കണോ, അതല്ല മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണോ, സത്യസാക്ഷി വാക്യം ഷഹാദ സ്വീകരിക്കണോ, എന്ത് ചെയ്യണം? ഇതാണ് പഠിപ്പിച്ചത്. മർക്കസിൽ പഠിപ്പിക്കുന്നത്, തർബിയത്തിൽ പഠിപ്പിക്കുന്നത് ഒക്കെ അന്യമത വിരോധങ്ങളാണ്. ചെറിയ കുഞ്ഞുങ്ങൾ, 6 വയസ്സ് 7 വയസ്സ് 8 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾ, ശുദ്ധമായ മനസ്സാണ് അവരുടെ പ്രതലം. അതിലേക്ക് ഈ മതവർഗീയതയും വിഭാഗീയതയും അന്യമത വിരോധങ്ങളും സ്വന്തം സുഹൃത്തിൻ്റെ മതം നോക്കി അവനെ സ്നേഹിക്കാനും നിന്ദിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന, അവനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു ആശയം എങ്ങനെയാണ് മാനവികതയ്ക്ക് അനുകൂലമായി മാറുന്നത്? ഇപ്പോൾ ജഡ്ജിമാരടക്കം പൊതുവേദികളിൽ ഇസ്ലാമിനെ ശരിക്കും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു നല്ല ലക്ഷണമാണ്. ഇങ്ങനെ നമ്മൾ ഇവരെയൊക്കെ ഭയന്ന് പിന്മാറിയാൽ ഈ മതത്തിന്റെ ഗോത്രകാല ചിന്തകൾ, ഈ ഗോത്ര സംസ്കാരങ്ങൾ, ഈ ഗ്രന്ഥങ്ങളിലുള്ള മാനവിക വിരുദ്ധതകൾ, സ്ത്രീ വിരുദ്ധതകൾ ആര് തുറന്നു പറയാൻ തയ്യാറാണ്? ഭയപ്പെട്ട് പിന്മാറിയാൽ ഇനി ഒരാളും നമ്മളെപ്പോലെ ആശയം ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറായി വരണമെന്നില്ല. നന്ദി.